ബിസ്മില്ലാ, അൽഹംദുലില്ലാ. വാക്കുകൾ ഒരു ഇരുമ്പുവാളിനേക്കാളും ശക്തിയുള്ളതാണ്. നല്ല വാക്കുകൾ സ്വർഗത്തിലേക്കുള്ള വഴി സുലഭമാക്കുമ്പോൾ മോശം വാക്കുകൾ ഒരാളുടെ ലോകവും പരലോകവും നശിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, ആര് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന്. അബൂബക്കർ റളിയല്ലാഹു സ്വാഭാവികമായും വളരെ ചിന്തിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ചില നേരങ്ങളിൽ അദ്ദേഹം സ്വന്തം നാവിനെ പിടിച്ചുകൊണ്ട് ഇത് എന്നെ നശിപ്പിക്കും എന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു. അതുപോലെ ഉമർ റളിയല്ലാഹു വളരെ ശക്തമായ ഭരണാധികാരി ആയിരുന്നുവെങ്കിലും അദ്ദേഹം തൻ്റെ വാക്കുകളിലും സമീപനത്തിലും സൂക്ഷ്മത പാലിച്ചു. ഒരു ദിവസം ഒരാൾ ഉമർ റളിയല്ലാഹുവിന് കഠിനമായ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ സഹചാരികളെ ഉപദേശിച്ചു, നിങ്ങളുടെ ഭാഷ നിയന്ത്രിക്കുക, അള്ളാഹു നമ്മെ നമ്മുടെ വാക്കുകളാൽ പരീക്ഷിക്കുന്നു എന്ന്. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിച്ചപ്പോൾ സ്വഹാബികൾ അതിന് കഠിനമായ മറുപടി പറയാൻ തയ്യാറായി. അന്നേരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞു, ഞാൻ മോശം വാക്കുകൾ ഉപയോഗിക്കാൻ നിയോഗിക്കപ്പെട്ടവനല്ല എന്ന്. ഓരോ വാക്കും ചിന്തിച്ച് പറയാൻ ശ്രമിക്കുക. അനാവശ്യമായ സംസാരത്തിൽ നിന്നും വിട്ടുനിൽക്കുക. മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത തരത്തിൽ സ്നേഹത്തോടെ സംസാരിക്കുക. മനുഷ്യരെ അപമാനിക്കുന്ന അഹങ്കാരം നിറഞ്ഞ അർത്ഥശൂന്യമായ വാക്കുകൾ ഒഴിവാക്കുക. മതങ്ങളും നന്മകളും പകർന്നു നൽകുന്ന വാക്കുകൾ മാത്രം സംസാരിക്കുക. വാക്കുകൾ സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ പഠനങ്ങളിലും വ്യക്തമാണ്. നമുക്ക് നമ്മുടെ നാവിനെയും വാക്കുകളെയും നിയന്ത്രിച്ച് നല്ല ജീവിതം നയിക്കുവാൻ കഴിയട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ വാക്കുകൾ വെളിച്ചവും മാർഗദർശനവും ആക്കണേ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.